colonialism. Colonialism is one country's domination of another country or people, usually achieved through aggressive, often military actions, and the territory acquired in this manner. കൊളോണിയലിസം എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ല അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ച സമയത്ത് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം എല്ലാ കുട്ടികൾക്കും കൊളോണിയലിസം എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ബോധ്യമുണ്ട്. ഇപ്പൊ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എന്താ അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേലെ സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും എക്കണോമിക്കൽ ആയാലും കൾച്ചറൽ ആയാലും ഉള്ള ഒരു ഡൊമിനേഷൻ സ്ഥാപിക്കുന്നതിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. യു ഗെറ്റ് ഇറ്റ്? യെസ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സബ്ജുഗേഷൻ ഓഫ് വൺ കൺട്രി by another country or by an alien people politically, economically, socially or culturally. What is the motives of colonization? In general, strong countries dominated weaker ones to promote their own national self-interest out of economic, religious, cultural or other reasons. It has been said that the three primary motives for establishing colonies were gold, God and glory. But the main incentives were usually economic. എന്താ ശരിക്കും എന്തായിരിക്കും കോളനൈസേഷന്റെ മോട്ടീവ്സ് എന്ന് പറയുന്നത്? നമ്മൾ നാച്ചുറലി അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരു വ്യക്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി മറ്റൊരു വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിന്റെ മുകളിൽ കുറച്ച് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഡൊമിനേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ താല്പര്യങ്ങൾ ഈ ഒരു വീക്കർ വണ്ണിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മളത് രാജ്യത്തിന്റെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അതെ ഒരു സ്ട്രോങ് കൺട്രി, അതായത് സ്ട്രോങ് കൺട്രി എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ പവർ ആയിരുന്നു ബ്രിട്ടൻ അല്ലേ? നമ്മൾക്ക് അറിയാം ഇന്ത്യയിൽ കോളനിയാക്കി മാറ്റിയതായിരുന്നു ബ്രിട്ടൻ ആയിരുന്നു. എപ്പോഴാണ്? 1600-ലാണ്. 1600-ന്റെ പ്രത്യേകത എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് 1600. കീപ് ഇൻ മൈൻഡ്. Then these strong countries want to dominate weaker ones to promote their own national self-interest. അപ്പോൾ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ തരത്തിലുള്ള, അത് എക്കണോമിക് ആകാം, റിലീജിയസ് ആവാം, കൾച്ചറൽ ആവാം, ഓർ അതർ റീസൺസ് വേറെന്തെങ്കിലും ഒക്കെ ആവാം. ദെൻ നമ്മൾ പൊതുവെ പറയുന്നത് കോളനൈസേഷന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് 3 എണ്ണാണ്. പ്രധാനപ്പെട്ട മോട്ടീവ്സ് എന്ന് പറയുന്നത് 3 എണ്ണാണ്. എന്തൊക്കെയാ? 3 G's എന്ന് പറയും. 3G അപ്പോസ്ട്രോഫി 3G. അത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ വെച്ച് നിങ്ങൾ അത് വേറെ രീതിയിൽ എടുക്കണ്ട. ഓക്കെ, ഫസ്റ്റ് വൺ ഗോൾഡ്, സെക്കൻഡ് വൺ ഗോഡ് ആൻഡ് തേർഡ് വൺ ഗ്ലോറി. ഗോൾഡ് എന്ന് പറയുമ്പോൾ എന്താ? വെൽത്ത്, സംതിങ് റിലേറ്റഡ് ടു എക്കണോമി. ആൻഡ് ഗോഡ് സംതിങ് റിലേറ്റഡ് ടു what is it? Yes, religion. And glory എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിന്റെ കീർത്തി ബാക്കി മറ്റു രാജ്യങ്ങളിൽ അറിയിക്കുക. അവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്, അത് മറ്റു രാജ്യങ്ങളുടെ മുകളിൽ അവർക്ക് പവർ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഗോഡിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ്, അതായത് ബ്രിട്ടനിൽ നിന്നും ഇവിടേക്ക് ഒരുപാട് മിഷണറി ആക്ടിവിറ്റീസിന് വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ. എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം? അവരുടെ നാട്ടിലത്തെ റിലീജിയൻ നമ്മുടെ നാട്ടില്, അവരുടെ നാട്ടിലത്തെ മതം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ക്രിസ്ത്യൻ മിഷണറീസ് കേരളത്തിലും വന്നിട്ടുണ്ട്, ഇന്ത്യയിലൊട്ടുക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മിഷണറി സ്ഥാപിച്ചിട്ടുള്ള ഒരുപാട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ദെൻ ഗോൾഡ് എന്താ പറയണ്ടേ? നമ്മുടെ നാട്ടിലെ ഗോൾഡ്, അതായത് നമ്മുടെ നാട്ടിലെ വെൽത്ത്, അത് നാച്ചുറൽ റിസോഴ്സ് ആയാലും മറ്റു തരത്തിലുള്ളതായാലും ഇവിടുന്ന് മാക്സിമം അക്വയർ ചെയ്യുക, മാക്സിമം എടുക്കുക, ശേഖരിക്കുക, കളക്ട് ചെയ്യുക, അതെങ്ങോട്ട് കൊണ്ടുപോകുക? അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ 3 ഉദ്ദേശമാണ്
കോളനൈസേഷൻ എന്നതുകൊണ്ട് അവർക്ക് ഉണ്ടായിരുന്നത്. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്യൻ കൺട്രീസിൽ അതൊരു മത്സരമായിരുന്നു. അതായത് ഏത് രാജ്യത്തിനാണ് കൂടുതൽ കോളനി ലഭിക്കുന്നത്, ഏത് രാജ്യമാണ് കൂടുതൽ, അതായത് കോളനികൾ ഇവരുടെ സ്വന്തമാകുന്നതും ഇവരെന്താവും മാറുകയാണ്, ലോകശക്തിയായിട്ട് മാറുകയാണ് അല്ലേ. അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കോളനി ഉണ്ടാകുന്നതനുസരിച്ച് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ നോർത്ത് അമേരിക്കൻ കൺട്രീസിൽ കോളനികൾ ഉണ്ടാകുന്നതനുസരിച്ച് അവര് കൂടുതൽ പവർഫുൾ ആവുകയാണ്. അതാണ് നമ്മളിവിടെ ഗ്ലോറി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ എക്കണോമിക് മോട്ടീവ്സ്, നമുക്കത് നമ്മൾ എക്കണോമിക് സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമ്മൾ എക്കണോമിക് മോട്ടീവ്സ് എന്താ കൂടുതൽ ശ്രദ്ധിക്കണം. The colonizing country could control important markets for its exports, such as cotton products, and deny these markets to its competitors. Colonies were also important as sources of raw materials, such as raw cotton, and as opportunities for investment. A country often also increased its wealth by conquering another civilization and taking its riches, or by exploiting the mineral wealth of another land. Economic motives എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ട്രേഡ് ആയിരിക്കും അല്ലേ, കച്ചവടം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. സെക്കൻഡ് ഇൻഡസ്ട്രീസ്, അവരുടെ ഇൻഡസ്ട്രീസ് ഈ കോളനികളിൽ സ്ഥാപിക്കുക. തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ്, അവര് ഇവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെ ഇവിടുത്തെ സോഴ്സസ് ഉപയോഗിച്ച് ഇവിടെ തന്നെ ഫാക്ടറീസ് ഉണ്ടാക്കി പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഇവിടെ തന്നെ വിൽക്കുക. അങ്ങനെ അവർക്ക് മാർക്കറ്റിൽ ലഭ്യമായി, അവർക്ക് റോ മെറ്റീരിയൽസ് ലഭ്യമാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. Strategic and political motives. Sometimes colonies were important for strategic reasons. For example, the Cape of Good Hope on the southern tip of Africa guarded European sailors' southern route to Asia. Also, some countries occupied colonies in order to protect previous investments. In Egypt, a nationalist uprising in 1882 threatened British investments in the Canal of Suez. They occupied Egypt to control the situation. അപ്പോൾ നമ്മളിവിടെ ഒരു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കേട്ടു അല്ലേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കടൽ മാർഗം ഇന്ത്യയിലേക്ക് യൂറോപ്യൻ സഞ്ചാരികൾ വരുന്നു. ഇപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എവിടെയാ, സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക. അവിടെ എത്തിയ സമയത്ത് വലിയ കൊടുങ്കാറ്റ് വരികയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ സ്റ്റോറി, വലിയ കൊടുങ്കാറ്റ് വരികയും അവരുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സാഹചര്യം വന്നു. അപ്പൊ ഈ ഒരു കൊടുങ്കാറ്റ് കാരണം യാത്ര അവിടെ ഉപേക്ഷിച്ച്, അതായത് അവരുടെ അറ്റംപ്റ്റ്, അതായത് ഇന്ത്യയിലേക്ക് എത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ അറ്റംപ്റ്റ് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്കയില് ഉപേക്ഷിച്ച് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ആ സ്ഥലത്തിനപ്പോ അവര് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കേപ്പ് ഓഫ് സ്റ്റോംസ്, അതായത് കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്ന പേരിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ തിരിച്ചെത്തിയില്ലേ. തിരിച്ച് അവരുടെ നാട്ടിലെത്തിയ സമയത്ത് അവിടുത്തെ രാജാവ് എന്താ പറഞ്ഞേ, നമുക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കേപ്പ് ഓഫ് സ്റ്റോംസ്, അതായത് നെഗറ്റീവ് ആയിട്ട് അതിന് പേര് കൊടുക്കുന്നതിന് പകരം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് പ്രതീക്ഷയുടെ മുനമ്പ് എന്ന രീതിയിൽ പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളെ പാഠമായിട്ട് ബന്ധപ്പെട്ടതല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ എക്കണോമിക്സ് മാത്രം പറഞ്ഞു പോയാൽ അതിനൊരു സുഖമില്ലല്ലോ. അപ്പോൾ ചെറിയൊരു സ്റ്റോറീസ് ഒക്കെ ഇടക്കുണ്ടാകുമ്പോൾ അത് രസമായിരിക്കും അല്ലേ. അങ്ങനെയാണ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത് റിലീജിയസ് ആൻഡ് കൾച്ചറൽ മോട്ടീവ്സ് ആണ്. നമ്മൾ നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചു പോയതാണ്. യൂറോപ്യൻ കൺട്രീസ് ഓൾസോ വാണ്ടഡ് ടു സ്പ്രെഡ് ദെയർ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് കൾച്ചേഴ്സ് ദാറ്റ് ദേ ബിലീവ്ഡ് ആർ സുപ്പീരിയർ ടു നേറ്റീവ് വൺസ്. എന്താ, നമ്മൾ ഈ കോളനികളിൽ, അതായത് അവരുടെ കോളനികളിലുള്ള അവരുടെ വിശ്വാസം, അവരുടെ റിലീജിയൻ ഒക്കെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള റിലീജിയൻ ഉണ്ടാവും. അതിനേക്കാളും ഫാർ മോർ സുപ്പീരിയർ ആണ് ഈ യൂറോപ്യൻ കൺട്രീസിന്റെ റിലീജിയൻ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അത് അവര് ഈ കോളനികളിൽ സ്പ്രെഡ് ചെയ്യാനും കൂടി തുടങ്ങി. ദിസ് ഈസ് ബ്രിട്ടീഷ് എംപയർ. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബ്രിട്ടന് കോളനികൾ ഉണ്ടായിരുന്നു.
Then consequences of colonialism. എന്തൊക്കെയാണ് കൊളോണിയലിസത്തിന്റെ പരിണിത ഫലങ്ങൾ? The implications of colonial rule on the colonies are considerable. And there was a large impact on local economics, culture, and political systems. The manner in which decolonization took place also led to problems. Many geographers see a colonial past as probably the most important initial condition for underdevelopment. Deprivation of resources was one of the important consequence of colonization, that is deprivation of resources. അല്ലെ, നമ്മളെ രാജ്യത്തെ റിസോഴ്സ് ഒക്കെ മൊത്തം ആര് കൊണ്ടുപോയി? ഈ മാസ്റ്റർ കൺട്രീസ് കൊണ്ടുപോയി. അതുകൊണ്ട് എന്താ, നമ്മുടെ രാജ്യത്തെ റിസോഴ്സസിന്റെ ലഭ്യത വളരെയധികം കുറഞ്ഞു. ആൻഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേറ്റീവ് ലേബർ ഫോഴ്സ് ഓൾസോ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേറ്റീവ് ലേബർ ഫോഴ്സ്, രാജ്യത്തെ അതായത് കോളനികളിലെ ലേബർ ഫോഴ്സ് അവര് എക്സ്പ്ലോയിറ്റ് ചെയ്തു. African imports were banned by the metropolitan powers of Europe, but they flooded the colonial market with cheap European goods to destroy the local industries. Local industries തകർത്തു. പകരം എന്താക്കി? യൂറോപ്യൻ കൺട്രീസ് അല്ലെ യൂറോപ്യൻ ഗുഡ്സ് ഇവിടേക്ക് ചീപ്പ് റേറ്റിൽ കൊണ്ടുവന്ന്, അതായത് കൊളോണിയൽ മാർക്കറ്റ്സിൽ യൂറോപ്യൻ ഗുഡ്സ് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രീസിനോ അല്ലെങ്കിൽ ലോക്കൽ ക്യാപിറ്റലിസ്റ്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ തകരാൻ തുടങ്ങി. Then slavery is probably the worst legacy of colonialism. It is estimated that between 1601 and 1870, about this much 1,52 lakhs left Africa. Then racism. The natives of the country were made to feel inferior. This is something about colonialism. നിങ്ങൾ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൊളോണിയലിസം എന്നുള്ള ടേം. ദെൻ ഒരിക്കൽ കൂടി നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1850 സ്റ്റാർട്ട് ചെയ്തിട്ട് 1914 വരെ ഈ ഒരു കൊളോണിയൽ എക്സ്പാൻഷൻ വേൾഡ് ഹിസ്റ്ററിയിൽ നടക്കുന്നുണ്ട്. എന്താണ് കൊളോണിയലിസം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ദി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഡോമിനൻസ് എക്സൈസ്ഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ്സ്, mainly overall Africa, Oceania, a large part of Asia, North America, from the first half of the 19th century to the first half of the 20th century. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. പിന്നെ കൊളോണിയലിസത്തിന്റെ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ അയക്കുന്ന നോട്ട്സിലുണ്ടാവും, അതും പഠിച്ചു വെക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.